ഇത് കോഴിക്കോട് പട്ടണത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കോഴിക്കോട് പട്ടണത്തെ തീപിടുത്തം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അണയ്ക്കാൻ കോഴിക്കോട് നഗരത്തിലൊരു സംവിധാനമില്ലാത്ത രീതിയിലേക്കായിരിക്കും പോകുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് അധികാരികൾക്ക് പോലും അറിയുന്നില്ല. കോഴിക്കോട് നഗരത്തിലെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റി നിലവിൽ മീൻചന്തയിലാണ് ഉള്ളത്. ഇതിൽ വ്യാപാരികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ SM സ്ട്രീറ്റിൽ ആണെങ്കിലും മറ്റ് പലയിടത്തും ഈ വ്യാപാര സ്ഥാപനങ്ങളാണ് അഗ്നിക്ക് ഇരയാക്കുന്നത്. ഇപ്പോ ഇത്തരം ഇവിടെ നിന്ന് മാറ്റിയ നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡിലടക്കം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 2 തവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. SM സ്ട്രീറ്റിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് കോഴിക്കോട് നഗരത്തിലെ ഈ ഫയർ സ്റ്റേഷൻ. എന്ത് കാരണം പറഞ്ഞാലും കോഴിക്കോട് നഗരത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലെ SM സ്ട്രീറ്റ് പോലുള്ള ഓയാസിസ് കോമ്പൗണ്ട് പോലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് നേതൃത്വം നൽകി അണയ്ക്കേണ്ട ആ യൂണിറ്റാണ് മീൻചന്തയിലേക്ക് മാറ്റുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി അത് കോഴിക്കോട് നഗരത്തിനകത്ത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇത് കോഴിക്കോട് പട്ടണത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കോഴിക്കോട് പട്ടണത്തെ തീപിടുത്തം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അണയ്ക്കാൻ കോഴിക്കോട് നഗരത്തിലൊരു സംവിധാനമില്ലാത്ത രീതിയിലേക്കായിരിക്കും പോകുന്നത്. ഈ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഈ ഫയർഫോഴ്സ് എത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് അധികാരികൾക്ക് പോലും അറിയുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷനകത്ത് സിറ്റിക്കകത്ത് നിരവധി സ്ഥാപനങ്ങൾ, ജനങ്ങൾ, സ്ഥലങ്ങൾ കോർപ്പറേഷന്റെയും ഗവൺമെന്റിന്റെയും അധീനതയിലുണ്ട്. അതിൽ പരിഹരിക്കാതെ നേരെ മീൻചന്തയിൽ കൊണ്ടുപോയത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത്. ഈ സർക്കാരും കോർപ്പറേഷനും സംഭവത്തിൽ ഇടപെടണം. കോഴിക്കോട് കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും ഇതിൽ ഇടപെടണം. സംസ്ഥാന ഗവൺമെന്റ് കോർപ്പറേഷന്റെ പരിധികളും സ്ഥലങ്ങൾ ഒട്ടനവധി ഉണ്ട് കോഴിക്കോട് സിറ്റിക്കകത്ത്. ഈ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഫയർഫോഴ്സ് സ്ഥാപിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് ഉയരുന്നത്. നിലവിൽ അപകടങ്ങൾ വല്ലതും ഉണ്ടായാൽ, പ്രത്യേകിച്ച് തീപിടുത്തം ഉണ്ടായാൽ ഈ ഫയർഫോഴ്സിന് എത്താൻ വളരെ വലിയ സമയമെടുക്കും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം നടക്കുന്നത്.